നമസ്കാരം. HTV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശന വേളയിൽ പൊട്ടിക്കരഞ്ഞ് ഉച്ചവരും നാട്ടുകാരും. ദുരന്തം ഗ്രാമത്തിന് നടുക്കുന്ന നിത്യവേദനയായി. ചേലക്കരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതുച്ചേരിയിൽ മാത്രം വിൽക്കാൻ അനുമതിയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. മദ്യം കണ്ടെത്തിയത് നേത്രാവതി എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ. മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചു. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയും ഉത്സവ നടത്തിപ്പ് അപ്രായോഗ്യമാക്കിയെന്ന ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ച്. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിൽ ഒരു പ്രദേശത്തും കൃഷി ചെയ്യാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് കണ്ണീർ പ്രണാമവുമായി നാട്. തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് കബറടക്കം നടന്നത്. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ സലാമിൻ്റെയും ഫാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, പൊട്ടേത്തൊടി അബ്ദുൽ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, കൗളേങ്ങിൽ സലീമിൻ്റെയും നബീസയുടെയും മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെയും മകൾ AS ആയിഷ എന്നിവർ മരിച്ചത്. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകടമരണങ്ങൾ നടന്ന കരിമ്പ പനയമ്പാടം വളവിൽ ഇന്നലെ വൈകിട്ട് 3:40 അപകടം. 1/2 കിലോമീറ്ററിനുള്ളിലാണ് മരിച്ച 4 പേരുടെയും വീടുകൾ. പാലക്കാട്ട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്തിടിച്ച് ഇടതുവശത്തേക്ക് പാഞ്ഞുകയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറന്നതിനാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ കുട്ടികളെ പുറത്തെടുക്കാനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി. 5 പേരും പതിവായി ഒരുമിച്ചാണ് സ്കൂളിൽ പോയി വന്നിരുന്നത്. 5-ൽ ഒരാൾ തനിച്ചായി. 4 പേരുടെയും അന്ത്യയാത്ര ഒരുമിച്ച്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഒരാൾക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സ് പാലക്കാട് സ്വദേശിനി ബിൻസിക്കാണ് പരിക്കേറ്റത്. അപകടം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചേലക്കര മേപ്പടം കൽത്തൊട്ടി പാടത്തേക്കാണ് ആംബുലൻസ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോയി തിരിച്ചു വന്നിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നഴ്സ് ബിൻസിയെ ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വിദേശ മദ്യം പിടികൂടി. നേത്രാവതി എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 18 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയത്. ട്രെയിനിലെ ശുചിമുറിക്ക് സമീപം കണ്ടെത്തിയ ബാഗിലായിരുന്നു മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നത്. പുതുച്ചേരിയിൽ മാത്രം വിൽക്കാൻ അനുമതിയുള്ള മദ്യമാണ് പിടികൂടിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആന എഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ. നിയമ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെടിക്കെട്ട് കരാറുകാർ, വാദ്യകലാകാരന്മാർ, ആനപ്പുറം തൊഴിലാളികൾ, ഉത്സവപ്പറമ്പിലെ വിവിധ കച്ചവടക്കാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും സമരത്തിൽ പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമരം ഉദ്ഘാടനം ചെയ്യും. നെന്മാർ MLA ബാബു, മുൻ MP S അജയകുമാർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, പാറമേക്കാവ് സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ ഉത്സവങ്ങൾ മുൻപില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും
ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയുമാണ് ഉത്സവ നടത്തിപ്പ് അപ്രായോഗികമാക്കിയതെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികളായ പുത്തൻവീട്ടിൽ ശശിധരൻ, എം മാധവൻകുട്ടി, ജയകൃഷ്ണൻ, കെ ഹരിദാസ്, എ ആർ രാജേഷ്, എം സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഉത്സവങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഭേദഗതികളും ആണ് ആനപ്പൂരവും വെടിക്കെട്ടും നടത്താൻ നമുക്ക് ഒരു വിനയായിരിക്കുന്നത്. ആയത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തിയാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് നടത്തിയതെന്നും ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപിച്ച് CPM മങ്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം M അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആളുകളെ വെട്ടിമുറിച്ച് വേറൊരു വാർഡാക്കി. അതിലും അതിർത്തിക്ക് ചില പ്രത്യേകതകളുണ്ട്. എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് കൊടുക്കുന്ന വാർഡ്, അതിലെ ചെറിയൊരു ഇടവഴി, ആ ഇടവഴിക്ക് അറ്റമില്ല, വീടുകളിൽ അവിടെ പോയി നിൽക്കുക, അതെവിടെയെങ്കിലും പോയി ചേരണം. എന്നിട്ട് അതിൽ അതിർത്തി തീരുമാനിച്ച് വെട്ടിയൻകുഴി പാടം വരെ. അങ്ങനെ വരുമ്പോൾ നേരിട്ട് റോഡ് ഇറങ്ങിപ്പോണം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇവർ മനഃപൂർവ്വം ഇവരുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ടാണ് വാർഡ് വിഭജിച്ചിരിക്കുന്നത്. മങ്കര പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ CK ചെന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ER ശശി, OM മോഹൻരാജ്, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകരാണ് സമരത്തിന്റെ ഭാഗമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോൾ സമീപ പ്രദേശമായ ചാലിപ്പാടത്ത് കൃഷിക്ക് വെല്ലുവിളിയാകുന്നത് കാട്ടുപന്നികളാണ്. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിലെ വയലുകളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി ചെയ്ത് ഉപജീവനം നടത്താനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ 230 ഹെക്ടറോളം സ്ഥലത്താണ് ആകെ നെൽകൃഷി ചെയ്യുന്നത്. അകമല മലയോര മേഖലയിലെ നെൽകൃഷി വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടം ചവിട്ടിയരച്ചും വലിച്ചു തിന്നും നശിപ്പിക്കുമ്പോൾ ചാലിപ്പാടം 5-ാം ചാലിലെ നെൽകൃഷി കുത്തിമറിച്ച് നശിപ്പിക്കുന്നത് കാട്ടുപന്നിക്കൂട്ടമാണ്. പാട്ടത്തിനടുത്ത വയലിൽ 25 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന കർഷകൻ നാസർ മങ്കരയുടെ 80 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന പുതിയ ഇനം നെല്ലിൻ്റെ പരീക്ഷണ കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിൽ എങ്കക്കാട്, കിഴക്ക്, പടിഞ്ഞാറ്, മേലേതിൽ പാടം, 5-ാം ചാല് ഇവിടെ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ് ഞാൻ. കൃഷി ചെയ്തുകൊണ്ട് കൃഷിയാണ് എൻ്റെ തൊഴിലും. കൃഷി ചെയ്തിട്ടുള്ള വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ആ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഈ വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിലുള്ള ഈ പാടശേഖരത്ത് കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ശല്യം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുന്നിട്ടുള്ള 45 ദിവസം കൊണ്ട് നട്ടിട്ട് 45 ദിവസം കൊണ്ട് കതിര് വരികയും അത് 85 ദിവസം കൊണ്ട് കതിരാവുകയും ചെയ്യുന്നൊരു നെൽവിത്ത് പരീക്ഷിച്ച പാടശേഖരമാണിത്. അവിടെ ഇന്നലെ കാട്ടുപന്നികൾ നശിപ്പിച്ചത് കണ്ടാൽ സത്യത്തിൽ സങ്കടം തോന്നും. ഒരു കർഷകൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂക്ഷമായ രീതിയിൽ, അതായത് നട്ടു വളർത്തിയ ഇത് വിളവ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ആ സങ്കടം, അത് പറയാൻ പറ്റുന്ന ഒരു സങ്കടമല്ല. പക്ഷേ സാധാരണ അത് താങ്ങാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറേ കർഷകർക്ക് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടാണ്. അത്രയും പ്രയാസമാണ്. അത് വാക്കുകൾ വരുന്നില്ല. അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാളുകളായി പ്രദേശത്ത് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ കൃഷിനാശം വരുത്തിയാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും യാതൊരു സഹായങ്ങളും ഉണ്ടാകാറില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി കീഴായൂരിൽ സ്മാർട്ട് അംഗൻവാടി കെട്ടിട നിർമ്മാണം തുടങ്ങി. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം.
മുഹമ്മദ് മൂസിൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ കീഴായൂർ 043 നമ്പർ അംഗൻവാടി കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുക. മുഹമ്മദ് മൂസിൻ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TP ഷാജി, P. വിജയകുമാർ, N. രാജൻ മാസ്റ്റർ, PK കവിത, M. ശ്രീനിവാസൻ, KC ദീപ, VR ജയരാജ്, വിഷ്ണു ജയപ്രകാശ്, ശില്പ, സുധി എന്നിവർ സംസാരിച്ചു. പാലക്കാട് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ 16-17 തീയതികളിൽ പ്ലാച്ചിമടയിൽ നടക്കും. അമ്പലത്തറ ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് സംഗമമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലാച്ചിമടയിലെ ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിലായിരിക്കും ക്ഷീരസംഗമം. ജില്ലാ ക്ഷീരസംഗമത്തിൽ ആദ്യ ദിവസം വിവിധ വിഷയങ്ങളിലായി സെമിനാറുകൾ നടക്കും. 16-ന് നടക്കുന്ന സംഗമം പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഋഷ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരകർഷക സെമിനാർ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിന്റെ ഭാഗമായി ഡയറി എക്സ്പോ, ജീവനക്കാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്, ഡയറി ക്യൂസ്, കലാസന്ധ്യ, കന്നുകാലി പ്രദർശനം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയുണ്ടാകും. 17-ന് പൊതുസമ്മേളനം ക്ഷീരവികസന മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്നും മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചിറ്റൂർ വെച്ചാണ് നടക്കുന്നത്. ചിറ്റൂർ കമ്പാലത്തറ ക്ഷീരോത്പാദക സഹകരണ സംഘം മുൻകൈയെടുത്തുകൊണ്ട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ മാസം 16-17 തീയതികളിലായി നടക്കുകയാണ്. ഡിസംബർ 16-ന് വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 17-ന് പൊതുസമ്മേളനവും ക്ഷീര കർഷകരുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഗമവും ഡിസംബർ 17-നാണ് നടക്കുന്നത്. ഈ പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള ചിറ്റൂരിന്റെ MLAയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള K. കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ, 3 മന്ത്രിമാർ ഈ ജില്ലാ ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ M. സതീഷ്, K. സുരേഷ്, V. ഹക്കിം, M. ബിന്ദു, K. A. ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് K. M. അഷ്റഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് മുള്ളൂർക്കരയിലും പ്രകടനം നടന്നത്. പ്രതിഷേധ പ്രകടനത്തിൽ സെക്രട്ടറി CS നൌഫൽ, വൈസ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ട്രഷറർ K. M. പ്രേമൻ നന്ദി പറഞ്ഞു. വൈദ്യുത ചാർജ് വർധനവിനെതിരെയുള്ള സൂചനാ സമരം മാത്രമാണിതെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം, ഇന്ന് കേരള സംസ്ഥാനം മുഴുവൻ എല്ലാ യൂണിറ്റുകളിലും വിജയമായുള്ള പന്തം കുറച്ച് പ്രകടനം ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സർക്കാർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി കൊടുമുണ്ട മുതുതല പറക്കാട് ആമയൂർ റോഡിന്റെ നവീകരണത്തിന് നടപടികളാകുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലും കിഡ്ബിയിൽ ഉൾപ്പെടുത്തിയുമാണ് റോഡ് നവീകരണത്തിന് നടപടികളായത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പട്ടാമ്പി കൊടുമുണ്ട മുതുതല തൃത്താല കുപ്പം പാതയുടെ നവീകരണത്തിനാണ് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനു ശേഷം നടപടികളാവുന്നത്. നേരത്തെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കാൻ പദ്ധതിയായതാണ്. എന്നാൽ പലയിടത്തും റോഡിനാവശ്യമായ സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് നവീകരണത്തിന് വഴിയൊരുക്കിയത്. കൊടുമുണ്ട മുതൽ മുതുതല ഓവുപാലം വരെയുള്ള ഭാഗത്തെ നവീകരണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാനാണ് തീരുമാനമായത്. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തൃത്താല കൊപ്പം വരെയുള്ള ഭാഗത്ത് KRBയുടെ നേതൃത്വത്തിലും നവീകരണം നടപ്പാക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട 3 വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും MLA ചർച്ച നടത്തി. കൊപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ റോഡ് സന്ദർശിച്ചു. തടസ്സങ്ങൾ നീക്കി റോഡ് നവീകരണം വേഗത്തിലാക്കാനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലവും പട്ടാമ്പിയിലെ നിലവിലെ റോഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി 3 ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചുകൊണ്ട് മുതല പഞ്ചായത്തിൽ വെച്ച് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആദ്യ സ്ട്രെച്ച് PWD ചെയ്യാനും ബാക്കിയുള്ളത് KRFB ചെയ്യാനും തീരുമാനിക്കുകയും PWD റോഡും അതുപോലെ ബ്രിഡ്ജസും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം ബാക്കിയുള്ള വർക്ക് KRFB ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി. അതിൻ്റെ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹികൾ സന്ദർശിച്ചു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ആനിക്കോട് കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളും കാപ്പിക്കാട് അയ്യപ്പ ക്ഷേത്രം, പുലിയത്തൂർ ശിവക്ഷേത്രം, പരക്കോട്ടപ്പൻ ശിവക്ഷേത്രം ഇവയിലെ ഓരോ ഭണ്ഡാരങ്ങളുമാണ് തകർത്ത് മോഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതാ വിഗ്രഹം പിഴുതെറിഞ്ഞിട്ടുമുണ്ട്. മോഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 പേർ പ്രായപൂർത്തിയാവാത്തവരാണെങ്കിലും അവരുടെ പിന്നിൽ നിലയുറപ്പിച്ച വ്യക്തികളെ രംഗത്ത് കൊണ്ടുവരണമെന്നും മോഷ്ടാക്കൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, പാലക്കാട് അധ്യക്ഷൻ മധുസൂദനൻ മാസ്റ്റർ, ഉപാധ്യക്ഷൻ ഉദയൻ, ആലത്തൂർ താലൂക്ക് സെക്രട്ടറി ചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ, ഉപാധ്യക്ഷൻ സുരേന്ദ്രൻ, BC വിനോദ്, CK ദിലീപ്, ഷിജിൻ എന്നിവരാണ് മോഷണം നടന്ന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത്. ഒരു പ്രതികാരമാണ്. അപ്പോൾ ആ പ്രതികാരം നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളും മറ്റെന്തോ ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു സംഘടനാ വിശ്വാസികളുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഇവിടെ ഒരു പ്രതിനിധി സംഘം എത്തിച്ചേരുകയും തുടർന്നുള്ള കേസ് പോലെയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഭദ്രകാളി സ്വരൂപമായി വിളങ്ങുന്ന പന്തക്കൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി നിവേദ്യ സമർപ്പണം നടന്നു. പന്തക്കൽ അമ്മയുടെ തിരുമുറ്റത്ത് 100 കണക്കിന് സ്ത്രീ ഭക്തർ നിവേദ്യ സമർപ്പണം നടത്തി. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരഞ്ചുമരത്ത് മന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ആദ്യ അഗ്നി അടുപ്പിൽ പകർന്നു. തുടർന്നായിരുന്നു ഭക്തർക്ക് നിവേദ്യ സമർപ്പണത്തിനുള്ള അവസരം. രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, സുഗൃത ഹോമം, അഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നിരുന്നു. തൃക്കാർത്തിക വിളക്ക് മഹോത്സവവും തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണവും അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവമാക്കി മാറ്റി. വൈകിട്ട് ദീപാരാധന, കാർത്തിക ദീപം തെളിയിക്കൽ, നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ശാഖയും SN കോളേജും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി സെക്യൂർ സൈബർ സ്പേസ് അറിവിലൂടെ സുരക്ഷ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കേരള ഗ്രാമീൺ ബാങ്ക് പാലക്കാട് ചീഫ് മാനേജർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുക, സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിൽ ലീഡ് ബാങ്കും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടത്തുന്ന സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട സുഭദ്രം പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പുഷ്പലത സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അഖില അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രാമീൺ ഡിജിറ്റൽ ബാങ്കിംഗ് ചീഫ് മാനേജർ ജിതിൻ സെമിനാറിന് നേതൃത്വം നൽകി. ഇങ്ങനെയുള്ള മോഡിൽ ഇരിക്കുന്ന സമയത്ത് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ കാരണം നമ്മൾ ട്രസ്റ്റഡ് അല്ലാതെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ആപ്പ് വേണമെങ്കിൽ എല്ലാവരും എടുത്തു പോയിക്കോളും. MP3 കട്ടുണ്ടോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ കയ്യിലുണ്ടോ, വേറെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കുന്നില്ലേ, നമ്മുടെ ഇതൊക്കെ ചെയ്യാറില്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസോ അങ്ങനെ ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാരും ചെയ്യുന്നില്ലേ.
ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്നത് എടുത്തു നോക്കുക. അതിന്റെ പെർമിഷൻസ് എല്ലാ പെർമിഷനും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഒന്നാമത്തെ പെർമിഷൻ മെസ്സേജ് റീഡ് റൈറ്റ് ആയിരിക്കും, അത് കൊടുത്തിട്ടുണ്ടാവും. ക്യാമറ ആക്സസ് കൊടുത്തിട്ടുണ്ടാവും, ഗാലറി ആക്സസ് കൊടുത്തിട്ടുണ്ടാവും. കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഗിരിജ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ ഇൻഷുറൻസ് സ്കീമുകളെക്കുറിച്ചുള്ള ക്ലാസ്സിന് FLC കോർഡിനേറ്റർ ബാലചന്ദ്രൻ നേതൃത്വം നൽകി. KGB മാർക്കറ്റിംഗ് മാനേജർ ഗ്രീഷ്മ, ബാങ്ക് സ്റ്റാഫ് സുനീഷ, ബാലൻ എന്നിവർ കുട്ടികൾക്കായുള്ള ക്വിസ് മത്സരത്തിനും നേതൃത്വം നൽകി. കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ബ്രാഞ്ച് മാനേജർ ജയപ്രകാശ് പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ UGC നെറ്റ് കോച്ചിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി MLA നേതൃത്വം നൽകുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശ്രദ്ധയുടെയും പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിലെ സ്ഫോൾട്ട സ്റ്റുഡൻസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് UGC നെറ്റ് കോച്ചിംഗ് പദ്ധതിയും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചത്. സെമിനാർ ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ ഒരു യൂത്ത് സബ്മിറ്റ് നടത്തിയപ്പോൾ ഇവിടുത്തെ റിസർച്ച് സ്കോളേഴ്സ് അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് നെറ്റ് പ്രിപ്പറേഷൻ, അതിനുവേണ്ട ഓറിയന്റേഷൻ കൊടുത്ത് ആളുകളെ അതിലേക്ക് പലരും പരീക്ഷ എഴുതാതിരിക്കാറുണ്ട്, അതിലേക്ക് ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. ആ യൂത്ത് സബ്മിറ്റിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് യൂണിയൻ ഭാരവാഹികളുമായി ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. KP ആഷിഫ് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു. റോയ് മാസ്റ്റർ, കോളേജ് യൂണിയൻ ചെയർമാൻ ജീവ, സബാഹ് തൻവീർ, വിഷ്ണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കരിമ്പ വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശന വേളയിൽ പൊട്ടിക്കരഞ്ഞ് ഉച്ചവരും നാട്ടുകാരും. ദുരന്തം ഗ്രാമത്തിന് നടുക്കുന്ന നിത്യവേദനയായി. ചേലക്കരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതുച്ചേരിയിൽ മാത്രം വിൽക്കാൻ അനുമതിയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. മദ്യം കണ്ടെത്തിയത് നേത്രാവതി എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ. മാത്തൂർ ആനിക്കോട് മേഖലയിൽ മോഷണം നടന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചു. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയും ഉത്സവ നടത്തിപ്പ് അപ്രായോഗ്യമാക്കിയെന്ന ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ച്. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിൽ ഒരു പ്രദേശത്തും കൃഷി ചെയ്യാനാകാത്ത സാഹചര്യമെന്ന് കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.